കായംകുളം നഗരസഭയിൽ വീണ്ടും പദ്ധതി പണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് UDF പാർലമെന്ററി പാർട്ടി അടിയന്തര സ്വഭാവമില്ലാത്ത വിഷയം ഉൾപ്പെടുത്തി അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടിയാണ് പണം അട്ടിമറിക്കാൻ LDF ഭരണ നേതൃത്വം നീക്കം നടത്തിയതെന്ന് UDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. കായംകുളം നഗരസഭയിൽ വീണ്ടും പദ്ധതി പണം അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. നഗരസഭയിൽ അടിയന്തര സ്വഭാവമില്ലാത്ത വിഷയം ഉൾപ്പെടുത്തി തിങ്കളാഴ്ച കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടി പദ്ധതി പണം അട്ടിമറിക്കാൻ നീക്കം നടത്തുകയായിരുന്നുവെന്നും UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. LDF ഭരണ നേതൃത്വം നാടകീയമായ നീക്കമാണ് പദ്ധതി പണം അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ നടത്തിയത്. അജണ്ടകൾ മാറ്റിവെച്ചതായി പ്രഖ്യാപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ട നടപടി ആക്ഷേപാർഹമാണെന്നും UDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. ആ ക്ഷേമകാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് അടിയന്തര കൗൺസിൽ വിളിച്ചുകൂട്ടി അംഗനവാടിക്ക് 3 സെന്റ് നിലം മേടിക്കുന്നതിനാണ് അജണ്ട വെച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് JDയുമായി മുനിസിപ്പാലിറ്റി നടത്തിയ കത്തിടപാടിൽ ഒരു കാരണവശാലും നിലം മേടിക്കാൻ പാടില്ലെന്നും നികത്തിയ ഭൂമിയെ മേടിക്കാവൂവെന്നും അത് മേടിച്ചു കഴിഞ്ഞാൽ അത് നികത്തുന്നതിനും അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റുമതിൽ കെട്ടാനുമൊക്കെ പിന്നീട് പൈസ വെക്കണമെന്നും ആ അംഗനവാടിയിലേക്കുള്ള വഴി വ്യക്തമായി കാണിച്ചിരിക്കണം എന്നുമെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൗൺസിൽ നോട്ടീസിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 3 സെന്റ് നിലം വാങ്ങിക്കുമ്പോൾ ആ നിലത്തിന് മേടിക്കാൻ പറ്റാത്ത നിലമാണ് മേടിക്കണമെന്ന് അടിയന്തര കൗൺസിൽ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അത് ചർച്ച ചെയ്യാനും കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യുവാനുള്ള അധികാരം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ്. എന്നാൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയോ കമ്മിറ്റിയോ ഇതറിയിക്കാതെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അടിയന്തര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടി ഇത് വെച്ചിട്ട് അതുമാത്രമല്ല അതിന് 42,000 രൂപയാണ് വാല്യുവേഷൻ വെച്ചിരുന്നത് 3 സെന്റ് നിലത്തിന്. എന്നാൽ അവിടെ അത് 1 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് വാർഡ് കൗൺസിലർ 19ാം വാർഡിലെ കൗൺസിലർ ആവശ്യപ്പെട്ട് കൗൺസിലിലേക്ക് അജണ്ട വെച്ചിരിക്കുന്നത്. വാല്യുവേഷൻ 42,000. എന്നാൽ കൗൺസിലർ പറയുന്നു അത് 1 ലക്ഷമാക്കി കൊടുക്കണം. കൗൺസിലിന് വാല്യുവേഷൻ്റെ അപ്പുറത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കൗൺസിലറുമായി ബന്ധപ്പെട്ട ആരോ വസ്തു വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നികത്താത്ത പുരയിടം, വാങ്ങിക്കാൻ പറ്റാത്ത പുരയിടം വാങ്ങിക്കാൻ കൗൺസിലിനെ കൊണ്ട് അവിഹിതമായി തീരുമാനമെടുത്ത് ഈ നിലം നികത്തുന്ന കൂട്ടത്തിൽ അതിന് ചുറ്റുമുള്ള മറ്റ് നിലങ്ങളും നികത്തിയെടുത്ത് വൻ കച്ചവടം നടത്തുന്നതിനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്നലത്തെ അടിയന്തര കൗൺസിൽ യോഗം. എന്നാൽ കൗൺസിലിലെത്തിയ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ അജണ്ടയെ ഉള്ളുകൊണ്ട് എതിർക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചെയർപേഴ്സണും LDF ഭരണ നേതൃത്വവും നഗരസഭയുടെ 19ാം വാർഡിൽ അംഗൻവാടിക്ക് സ്ഥലം വാങ്ങുന്നതായിരുന്നു അജണ്ട. എന്നാൽ ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായി ലാൻഡ് ഡെവലപ്മെന്റും ചുറ്റുമതിലും വഴി സൗകര്യവും ഉറപ്പാക്കേണ്ടതാണെന്നും ഭൂനികുതി രസീതിൽ ഭൂമിയുടെ തരം നിലം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. ഡേറ്റാ ബാങ്കിൽ ഈ ഭൂമി ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ തരംമാറ്റൽ ഉത്തരവ് കൂടി ലഭ്യമാക്കേണ്ടതുണ്ടെന്നും എന്നാൽ ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് അജണ്ട കൗൺസിലിൽ കൊണ്ടുവന്നതെന്നും UDF കൗൺസിലർമാർ പറയുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വാർഡ് കൗൺസിലറുടെ നിർദ്ദേശം ചർച്ച ചെയ്യാൻ കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടുകയായിരുന്നു. എന്നാൽ സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഈ നിയമവിരുദ്ധ നടപടിക്ക് എതിരാണെന്ന് കണ്ടിട്ടാണ് യോഗം പിരിച്ചുവിട്ടതെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. അടിയന്തരമായിട്ട് കൊണ്ടുവരുന്ന കൗൺസിൽ അടിയന്തരമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്നതിന് പകരം ചെയർപേഴ്സൺ തന്നെ പിൻവലിച്ച് പോകേണ്ടതായിട്ട് ഗതികേടുണ്ടായി. എന്തുവാണ് അടിയന്തരമെന്നും എന്താണ് ജനറലെന്നും അറിയാൻ വയ്യാത്ത ചെയർപേഴ്സണാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇവിടെ ഇപ്പം CS ഭാഷയോടെ പറഞ്ഞു അംഗനവാടിക്ക് വേണ്ടി സ്ഥലമെടുക്കുന്ന ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു കാരണവശാലും സ്ഥലമെടുക്കാൻ പറ്റത്തില്ല നമുക്കറിയാം. ഇപ്പം അതിനുപരി 1 വർഷം മുമ്പ് വരെ പല കൗൺസിലർമാർ, ഭരണപക്ഷത്തെ പല കൗൺസിലർമാർക്കും ഈ അംഗനവാടിക്ക് വേണ്ടി സ്ഥലമെടുത്തിട്ടുണ്ട്. 41ാം വാർഡില്ല ഒരു സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഫെയർ വാല്യൂ 40,000 രൂപയാണ് വെച്ചിരിക്കുന്നത്. 6 ലക്ഷം രൂപ വരെ അംഗനവാടിക്ക് സ്ഥലമെടുക്കാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭരണ നേതൃത്വത്തിനെതിരെ, ഭരണത്തിന് അനുകൂലമായി നിൽക്കുന്ന കൗൺസിലർമാർക്ക് അംഗനവാടിക്ക് സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം രൂപ ചെയർപേഴ്സൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. UDFൻ്റെ കൗൺസിലർമാർ ആരെങ്കിലും
അംഗനവാടി ഇല്ലെങ്കിൽ അവർക്ക് ഫണ്ട് വെച്ച് ആ വാങ്ങിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ ഒരു പൈസ അവർ കൊടുക്കാറില്ല. ഗീതയുടെ വാർഡിൽ ഗീതയ്ക്ക് കൊടുത്തിട്ടില്ല, അങ്ങനെ അംബികയുടെ വാർഡിൽ അംബയ്ക്ക് കൊടുത്തിട്ടില്ല, JPയുടെ വാർഡിൽ JPക്ക് കൊടുത്തിട്ടില്ല, APക്ക് കൊടുത്തിട്ടില്ല. സർക്കാർ നിർദ്ദേശിച്ച ഭൂമിയിലെ വിലയേക്കാൾ കൂടുതൽ പണം ആവശ്യപ്പെട്ട് കൗൺസിലിനെ സമീപിച്ചതും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ ഈ അജണ്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടിയന്തര യോഗം വിളിച്ച് കൗൺസിലിലേക്ക് കൊണ്ടുവന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും കൗൺസിലർമാർ പറഞ്ഞു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, K പുഷ്പദാസ്, AP ഷാജഹാൻ, ബിധു രാഘവൻ, ഗീത P, ഷീജ അമ്പിളി എന്നിവർ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കി. CDNet ന്യൂസ് കായംകുളം.